2026-28 ഫൊക്കാന നേതൃത്വത്തിലേക്ക് ഫിലിപ്പോസ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന ടീം ഇന്റഗ്രിറ്റി അടുത്ത 2 വർഷത്തെ ദിശാസൂചികയായ പ്രകടന പത്രിക പുറത്തിറക്കി. മാനിഫെസ്റ്റോ പ്രതി ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി ഫിലിപ്പോസ് ഫിലിപ്പിൽ നിന്ന് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ചടങ്ങിൽ ടീം ഇന്റഗ്രിറ്റിയുടെ പ്രധാന ഭാരവാഹികളെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഭാഗമായി ഫിലിപ്പോസ്, സെക്രട്ടറി സ്ഥാനാർത്ഥി സന്തോഷ് നായർ, ട്രഷറർ ആന്റോ വർക്കി, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോസി കാരക്കാട്, കാനഡ, അസോസിയേറ്റ് സെക്രട്ടറി തുടങ്ങിയവർ മറ്റു ഭാരവാഹികളെ സദസ്സിന് പരിചയപ്പെടുത്തി. ജോയി ഇട്ടൻ, ടെറൻസൺ തോമസ്, മത്തായി പി ദാസ്, അലക്സ് എബ്രഹാം, ടോം നൈനൻ, മത്തായി ചാക്കോ, ലിജോ ജോൺ തുടങ്ങി ഒട്ടേറെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. To be a part of the youth committee for this team. So I just want to thank you all for being here today. Thank you. ഡെലിഗേറ്റുകളാണ്, ഡെലിഗേറ്റിന്റെ ഫാമിലിയാണ്, വെൽ വിഷേഴ്സ് ആണ്, കാൻഡിഡേറ്റ്സ് ആണ്, കാൻഡിഡേറ്റിന്റെ ഭാര്യമാരാണ്, അതിൽ ഫാമിലിയാണ്. നമ്മൾ ടീമിനെ ആദ്യം കൂടുതൽ പരിചയപ്പെടുത്താൻ ഇവിടെ ഇരിക്കുന്നവര് അജു അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട്, നമ്മുടെ അസോസിയേറ്റ് സെക്രട്ടറി സോണിയ പൂക്കൻ, സെക്രട്ടറി സന്തോഷ് നായർ, കാൻഡിഡേറ്റ് ആന്റോ, അങ്ങനെ എല്ലാം കൂടുതൽ അപകടമുള്ള നമ്മുടെ 8 വോട്ടുമായിട്ടാണ് 8 വോട്ട് ചെയ്യുന്ന 8 പേര് കൂടി ഇട്ടുണ്ട്. അവിടെ KCA വന്നിരിക്കുകയാണ് അദ്ദേഹം. അതുകൂടാതെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ജോസി കാരക്കാട്, കാനഡയിൽ നിന്നാണ്. പ്രസംഗത്തിന് മുന്നിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ വന്നിരിക്കുന്ന പലരും ആദ്യം സൂചിപ്പിച്ച പോലെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനാണ് ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഭാര്യ തന്നെ തുടങ്ങാം. ഒരു പാട്ട് പാടിയിരുന്നു. 3 മക്കളും ഞങ്ങൾ 5 പേരുണ്ടാവും. വൈഫ് മരിയ, ഭാര്യ ഡോക്ടർ ജാസ്മിൻ, വൈഫ് ആശ, ഭാര്യ സരിത, എൻ്റെ ഭാര്യ മെറീൻ, എൻ്റെ ഭാര്യ ജൂലി. ഞാൻ RDP റീജിയൻ 1 വേണ്ടി ന്യൂ ഇംഗ്ലണ്ട് ഏരിയയ്ക്ക് വേണ്ടി. എൻ്റെ പേര് ജോൺ കെ ജോർജ്, ബിജു എന്ന് വിളിക്കും. ഞാൻ ഒറ്റയ്ക്ക് വന്നുള്ളൂ, വൈഫ് പോലില്ല. ഞാൻ റീജിയൻ 2 RDP ആയിട്ട് മത്സരിക്കും. പേര് ഏബ്രഹാം പോർക്കൻ, സാജനാണ്. അതിൻ്റെ റീജിയൻ 4 RDP ആയിട്ട് മത്സരിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് സുജൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് അഭിലാഷ്, ഞാൻ ആൽബനിയിൽ നിന്ന് വരുന്നു. ഇവിടെ റീജിയൻ 3 RDP ആയിട്ട് മത്സരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വരാൻ പറ്റില്ല, ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഉണ്ടാവും. എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ആൽബനിയിൽ നിന്ന്. താങ്ക് യു. പേര് ശിവ, ഞാൻ കെൻറ്റിക്കിട്ടിന്നാണ്. കൺവെൻഷൻ എന്തായാലും വൈഫും എൻ്റെ മകനും ഉണ്ടാവും. എൻ്റെ പേര് മേരി ഫിലിപ്പ്, നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് മത്സരിക്കുകയാണ്. ന്യൂയോർക്കിലെ മെട്രോ റീജിയനിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടും തന്ന് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ റിക്വസ്റ്റ്. പ്രസിഡന്റ് സ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ച കരുത്തനായ ഒരു നേതാവാണ്. നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചു. 2006 മുതൽ 2018 വരെ പിന്നെ നമ്മൾ കേസില്ലാതെ 2006 കേസ് 2008 തീർന്നത്. അതിനുശേഷം 2018 വരെ കേസില്ലാതെ പോയി സംഘടന 2018 മാധവൻ നായർ പ്രസിഡന്റ് ആവുന്ന സമയത്ത് അതിനെതിരായിട്ട് മത്സരിച്ച എനിക്കെതിരായിട്ട് ഇപ്പോൾ മത്സരിക്കുന്ന ലീലാമാരായിട്ട് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആദ്യമായിട്ട് നമ്മുടെ റോക്ക്ലാൻഡ് കൗണ്ടിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു. ഇവിടെ ഇലക്ഷനിൽ ഫ്രോഡ് നടന്ന ഇലക്ഷൻ സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം 2020 2022 ഈ സെയിം ആള് തന്നെ തോക്കുന്ന സമയത്തല്ല കേസ് കൊടുത്തുകൊണ്ട് ഈ സംഘടനയെ നശിപ്പിക്കാനായിട്ട് നോക്കിയ സമയത്ത് ഈ സംഘടനയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പോരാടുവാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ, അന്നത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർ ഉൾപ്പെടെ അവർ പ്രസിഡന്റുമാർ ഉൾപ്പെടെ എല്ലാവരും മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഫൊക്കാന എന്നുള്ള പേര് ഉപയോഗിക്കുകയാണല്ലോ. ഫൊക്കാന എന്നുള്ള പേര് ട്രേഡ് മാർക്കുള്ള പേരാണ്. ലോകത്തൊറ്റ കക്ഷികൾക്കും ഈ ഫൊക്കാന എന്നുള്ള പേര് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒഴിച്ച് ബാക്കിയാണ്. കാരണം ഫൊക്കാനയുടെ പേര് ട്രേഡ് മാർക്ക് നെയിമാണ്. അങ്ങനെ ഫൊക്കാനയിൽ നിന്ന് നിലനിർത്തുന്നതിന് വേണ്ടി അതിൽ കൂടെ നിന്നുകൊണ്ട് ഈ കേസിനെ ശക്തമായിട്ട് നേരിട്ടുകൊണ്ട് നമ്മുടെ സന്തോഷം സൂചിപ്പിച്ച പോലെ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് 7 കേസുകൾ നമ്മൾ ജയിച്ച് ഫൊക്കാന വിദേശങ്ങളിലാണ് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ്. കഴിഞ്ഞോളം നമുക്കറിയാം ചില അന്വേഷണ പോകണം, കാരണം 4-5 പേര് പോയിട്ട് ഞങ്ങൾ ഇന്റർനാഷണൽ അതൊക്കെ പറഞ്ഞ് അത് കൂട്ടിപ്പറ്റിപ്പോയി. അപ്പൊ അങ്ങനെ ഈ ഫൊക്കാന മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ആവശ്യം, നമ്മുടെ മാത്രം ആവശ്യമല്ല, സമൂഹത്തിന്റെ ആവശ്യമാണ്. കാരണം
പല കാര്യങ്ങളും സംസാരിച്ച് മലയാള ഭാഷ പരിപോഷണം, യുവജനങ്ങളുടെ മുന്നേറ്റം, സ്ത്രീകളുടെ ശാക്തീകരണം, ഇതെല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് ഫൊക്കാനയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു സമിതി ആയിരിക്കും ഇത്. ഫൊക്കാന ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ വളരെ ഫൊക്കാനയ്ക്ക് നമ്മുടെ ലിജോയൊക്കെ തന്നെ വളരെ കോഴിക്കോട്ട് കമ്മിറ്റൊന്നുമില്ല. ഫൊക്കാനയുടെ മുഖം മാറ്റുന്ന ഫൊക്കാനയുടെ ഒരു സംഭവം ആൾക്കൊണ്ട് ഇതൊരു കൺവെൻഷൻ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് എന്നുള്ള ധാരണ ചില മനസ്സിലുള്ളതല്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇത് കൺവെൻഷൻ ഓറിയന്റഡ് കൺവെൻഷൻ അല്ലാതെ ഇതൊരു ആവാസ വ്യവസ്ഥയുടെ വെളിച്ചത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഈ റൗണ്ടായിട്ട് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇത് മുന്നോട്ട് പോകും. സെക്രട്ടറി സന്തോഷ് മാലത്തിക്കോ ഇവിടെ ആമുഖമായി പറഞ്ഞു ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. എന്നാൽ ഔപചാരികത പേരിൽ ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സന്തോഷ് നായർ ഫിലിപ്പോസ് ഫിലിപ്പിന്റോടൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്റഗ്രിറ്റി ടീം അത് നിങ്ങളുടെ ടീമാണ്. ഈ വിജയിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിനീതമായി ഒരിക്കൽ കൂടി നല്ല ഭൂരിപക്ഷത്തോടെ ഈ ടീമിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്റഗ്രേറ്റീവ് ടീമിനെ പൂർണ്ണമായും മുഴുവൻ അംഗങ്ങളെയും തിരഞ്ഞെടുത്ത് ഫൊക്കാനയുടെ അന്തസ്സും ഐശ്വര്യവും നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എല്ലാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഭാരവാഹികളും ഡെലിഗേറ്റ്സും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കണം. വൻ വിജയം ആശംസിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റീവ് ടീമിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ഒരിക്കൽ കൂടി സമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ന്യൂയോർക്കിൽ മാത്രമല്ല, ഇവർ പോയിരിക്കുന്ന എല്ലാ റീജിയണുകളിലും, കാനഡ മുതൽ ഫ്ലോറിഡ മുതൽ വാഷിംഗ്ടൺ, പെൻസിൽവേനിയ എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഇന്റഗ്രിറ്റി ടീമിന് അതിൻ്റെതായ ഇന്റഗ്രിറ്റി ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു ടീമിലെ പ്രഗത്ഭരായ വ്യക്തികളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഓരോ ഭാരവാഹികളും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ വിജയം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ഡേറ്റിൽ മാത്രം നോക്കിയിരുന്നാൽ മതി. അതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഓരോരുത്തരും ഇലക്ഷന് ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള എല്ലാവരും ആ സന്ദർഭങ്ങളിൽ അവിടെ ചെന്ന് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഫൊക്കാന എന്നീ നിലയിൽ എത്തിയിരിക്കുന്നത്. ഫൊക്കാനയുടെ ഇന്റഗ്രിറ്റി ടീമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും കെട്ടിലും മട്ടിലും നിങ്ങൾക്കറിയാം, ഈ ടീമിനെ വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന പല കാര്യങ്ങളിൽ ഇവരുടെ കഴിവുകൾ തെളിയിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ടീമിൻ്റെ ഒരു കാര്യം, പല മേഖലകളിൽ നിന്ന് ഹാൻഡ് പിക്ഡ് ആൾക്കാരാണ്. ഫൊക്കാനെ നേരത്തെ അറിയാവുന്ന ആൾക്കാർക്ക് വളരെ പെർട്ടിക്കുലർലി ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വളരെ കഴിവുള്ള ആൾക്കാർ. സോ നിങ്ങൾ കഴിവിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ഈ ഇന്റഗ്രിറ്റി ടീമിന് ഇപ്പോൾ ഫിലിപ്പോസ് ഫിലിപ്പിനെ മാത്രമായിട്ട് പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും, കേസിൻ്റെ കാര്യങ്ങളും, ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞതാണ്. പ്ലീസ് സപ്പോർട്ട് ദം. വെറുതെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഡെലിഗേറ്റ്സ് വളരെ കുറവ് കാണും. പക്ഷേ ഡെലിഗേറ്റ്സ് ആയിട്ട് വരാൻ പോകുന്നവരും വന്നിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അതാണ് നമുക്ക് വേണ്ടത്. സോ സപ്പോർട്ട് ദം. പ്ലീസ് സപ്പോർട്ട് ദ ഇന്റഗ്രിറ്റി ടീം. എല്ലാവിധ വിജയാശംസകളും. എൻ്റെ പേര് സുനിൽ സാർ. ഞാൻ ആൽബനിയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ BOD ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നു. ജിജി കുര്യനാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിന് വരാനായിട്ട് കഴിഞ്ഞില്ല. അന്നേരം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഇദ്ദേഹം എൻ്റെ ഒരു 18 വർഷമായിട്ട് ഞങ്ങൾക്കറിയാവുന്ന വലിയൊരു ബന്ധമുണ്ട്. ഫിലിപ്പോസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞ ലെവലിൽ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ ആൽബനി 100% ജിജി പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പോസ് ആൻഡ് ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 15 വർഷം കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ഒരാൾ പോലും ഈ കുത്തുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ആരും അപ്പോൾ അതിനുശേഷം വരുന്നത് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഏത് നിമിഷവും നമ്മളിൽ നിന്നൊരു വലിയ ശ്വാസം ആകാശത്തേക്ക് പോകും.
അപ്പോൾ നമുക്ക് ശേഷം ഒരു തലമുറ ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ടീമിന്റെ എല്ലാ വിജയത്തിനും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് വിജയമാണ്. അത് കഴിഞ്ഞാൽ പൊക്കാന അതിന്റെ ഉന്നത നിലയിലേക്ക് എത്തും. പറഞ്ഞ പോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്ന അവരോട് പറയുക, സിമ്പതി അല്ല നമുക്ക് വേണ്ടിയത്, നല്ലൊരു ലീഡർഷിപ്പാണ് വേണ്ടിയത്. അതിന് ഈ ടീമിനെ വിജയിപ്പിക്കുക. മലയാളി അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തേക്കാണ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ നമ്മുടെ പൊക്കാനയുടെ ദിശാബോധം തന്നെ വളരെ മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ടീമിനെ എല്ലാ സ്ഥാനാർത്ഥികളെയും വൻപിച്ച പുരുഷത്തോടുകൂടി വിജയിപ്പിച്ച് പൊക്കാനയെ ആധുനിക ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആയുള്ള ഒരു സംഘടനയായി മാറ്റി